വിവോയുടെ V30 സീരീസിൻ്റെ സക്സസറായിട്ട് വരുന്ന ഫോണാണ് വിവോയുടെ V30e എന്ന് പറയുന്ന ഫോണ്. ഇത് V30യുടെ അത്രയും സ്പെസിഫിക്കേഷനോ അത്രയും പ്രൈസോ ഒന്നും വരുന്നില്ല. അതിനേക്കഴിഞ്ഞും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഇറങ്ങുന്ന ഒരു ഫോണാണ് V30e എന്ന് പറയുന്ന ഫോണ്. അപ്പോൾ ഈ ഒരു V30eയിൽ എന്തെല്ലാം പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇതിൻ്റെ ഒരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ലോഞ്ച് ഡേറ്റ് വരുന്നത് മെയ് 2-ാം തീയതിയാണ്. അതുപോലെ ആൻഡ്രോയിഡ് വേർഷൻ 14-ലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ 7.69 mm തിക്നെസ്, വളരെ തിക്നെസ് കുറഞ്ഞൊരു ഫോണാണ്. അതുപോലെ തന്നെ ഇത് വാട്ടർ പ്രൂഫാണ്, IP64 റേറ്റിംഗ് ഒക്കെ വരുന്ന ഒരു ഡിസൈനിലാണ് ഈ ഒരു ഫോൺ ഇറങ്ങുന്നത്. ഇതിൻ്റെ 2 കളർ വേരിയൻ്റ് ഉണ്ടാവും, ഒന്ന് വെൽവെറ്റ് റെഡ്, അതുപോലെ തന്നെ സിൽക്ക് ബ്ലൂ എന്നിങ്ങനെ 2 കളറിലായിരിക്കും ഈ ഒരു ഫോണുകൾ കിട്ടുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ 6.78 ഇഞ്ച് വരുന്ന ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. നമ്മൾ V29eയിലെല്ലാം കണ്ടിട്ടുള്ള പോലെ തന്നെ അതേ ഡിസൈനിലും അതേ കർവായിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ കൂടിയാണ് അത്. അതുപോലെ ഇതിൻ്റെ ക്യാമറേനെ പറ്റി പറയുകയാണെങ്കിൽ 50 MBയുടെ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ബാക്കിൽ 50 MBയുടെ സോണി സെൻസറാണ് വരുന്നത്. അത് വരുന്നത് സോണി IMX882 എന്ന് പറയുന്ന സെൻസറാണ് വന്നിരിക്കുന്നത്. 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിളാണ് വരുന്നത്. സെൽഫി ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ 50 MBയുടെ സെൽഫി ക്യാമറയാണ് വരുന്നത്. V30എല്ലാം കണ്ടിരുന്നു 50 MBയുടെ ഡുവൽ ക്യാമറ, ആ ഒരു സെറ്റപ്പാണ് ഇതിലും വരുന്നത്. എന്നാലും ബാക്ക് സൈഡിലുള്ള 2 ക്യാമറകളും 50 MB അല്ല, പകരം 50+8 V29eയിൽ വരുന്ന പോലെ തന്നെ ആ ഒരു 8 മെഗാപിക്സലിൻ്റെ ചെറിയ ക്യാമറ സെറ്റപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാറ്ററിയിലോട്ട് വരികയാണെങ്കിൽ ഈ പ്രാവശ്യം 5500 mAhൻ്റെ ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് വന്നിരിക്കുന്നത്. 5Gയുടെ കുറച്ചും കൂടി കൂടിയ ബാൻഡുകൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച്. ഇതിൻ്റെ ഒരു പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 6 Gen 1 എന്ന് പറയുന്ന ഇപ്പോൾ റിയൽമിയിലെല്ലാം കണ്ടുവരുന്ന ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സറാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് 6 Gen 1 എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ 8 GB റാം വേരിയൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. 8 GB ആയിരിക്കും ബേസ് വേരിയൻറ്റിൽ തന്നെ റാം ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കീ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 8 GB റാം കിട്ടുന്നുണ്ട്. ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 6 Gen 1 വരുന്നുണ്ട്. 50+8 മെഗാപിക്സലിൻ്റെ റിയർ ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 50 മെഗാപിക്സൽ. ബാറ്ററി വരുന്നത് 5500 mAh. 6.7 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ഒക്കെ കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് വേർഷൻ ആണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദി ബോക്സിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ലോഞ്ച് ഡേറ്റ് വരുന്നത് മെയ് 2-ാം തീയതി 2024-ലാണ്. മെയ് 2-ലാണ് ഇതിൻ്റെ ഒരു ലോഞ്ച് ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നതിലൂടെ പ്രതീക്ഷിക്കാവുന്നത്. ഇതിൻ്റെ കാര്യമായ ചേഞ്ച് V29eയിലായിട്ട് വരുന്നുണ്ടോ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ചേഞ്ചുകളൊക്കെ വരുന്നുണ്ടെന്നല്ലാതെ വലിയ പറയത്തക്ക രീതിയിലുള്ള ചേഞ്ചുകളൊന്നും ഇല്ല. ഇത് ഏകദേശം ഒരു 29,000 രൂപ റേഞ്ചിലായിരിക്കും ഈ ഒരു ഫോൺ ഇറങ്ങുന്നത്. എന്തായാലും V29 ഒരു 27,000 രൂപ റേഞ്ചിലാണ്. ആ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും ഈ ഒരു V30eയും ഇറങ്ങുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ആയെങ്കിലേ ഇതിന് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. ലോഞ്ച് ചെയ്ത ശേഷം നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.